നമ്മൾ ഈ പ്രാർത്ഥനയ്ക്കൊക്കെ വിളിക്കുമ്പോൾ ആൾക്കാർക്ക് വരാൻ മടിയാണ്. ഞാൻ കഴിഞ്ഞ ബുധനാഴ്ച കോട്ടയം ജിങ്ങവനം ഒരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ ഇതുപോലെ ഒരു ശുശ്രൂഷയ്ക്ക് അവിടുത്തെ അച്ഛൻ വിളിച്ചിരുന്നു. വലിയൊരു പള്ളിയാണ്. ആ നിറച്ചും ജനം ഇങ്ങനെ നിൽക്കും. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. 100-600 പേരോളം കാണും ഇല്ലേ? പക്ഷേ ഒരു 100-600 പേര് വരിക. എന്നാ തീക്ഷ്ണതയെന്നറിയോ? ഞാൻ ഈ വചനം പറയുമ്പോൾ അവർ ഇങ്ങോട്ട് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുക. നല്ലൊരു അനോയിന്റിംഗ് ആയിരുന്നു അവിടെ. അതൊരു ഓർത്തഡോക്സ്, അതൊരു സഭയുടെ. പക്ഷെ ഭയങ്കര ആളായിരുന്നു. ഭയങ്കരമായിട്ട് ഞാൻ ഓർക്കുക എന്തുമാത്രം ദാഹമാണ്. അപ്പം ഞാനത് ധ്യാനം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഞാൻ അച്ഛനോട് വെച്ചാൽ എന്തുമാത്രം ദാഹം എന്നെ. അച്ഛൻ പറഞ്ഞു എനിക്ക് പോലും അറിയാൻ മേല ഇവിടെ നടക്കുന്നെന്ന്. എന്തോ ഒരു അഭിഷേകം ആ ഈ സെൻറ്ററിലുണ്ട്. ഹല്ലേലൂയ. അത് നല്ല മഴയും കൂടെ ആയിരുന്നു. മഴ സമയത്ത് ആൾക്കാർ ഓടിക്കയറുകയാണ്. 10 മണി തൊട്ട് 1 മണി വരെ ഉള്ളൂ. ആ ദേവാലയം നിറച്ചു മാളം. അപ്പോൾ കോവിഡിന് മുൻപ് 1000-1500 പേരൊക്കെ വന്നിട്ടുണ്ട് ആ ദേവാലയത്തിൽ. ചുറ്റുമൊക്കെ ഇങ്ങനെ പന്തലൊക്കെ ഇട്ടുമായിരുന്നു. ഇപ്പോൾ കോവിഡ് കഴിഞ്ഞപ്പോൾ 100-600 പേർ വരുന്നുണ്ടല്ലോ. ഹല്ലേലൂയ. ഓരോ ആഴ്ച, എല്ലാ ആഴ്ചയിലും ഉണ്ട്, എല്ലാ ബുധനാഴ്ചയും ഉണ്ട്. അപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു, അവിടെയൊക്കെ നമ്മൾ വചനം പറയുമ്പോൾ, ഇപ്പോൾ ഞാൻ ഈ പറയുമ്പോൾ ചിലതൊക്കെ ഇങ്ങോട്ട് തിരിച്ചടിക്കുക. കാരണം ഇങ്ങോട്ട് എടുക്കുന്നില്ല, നിങ്ങളുടെ ഇടയിലേക്ക് വരുന്നില്ല. ഹല്ലേലൂയ. ഇത് സാത്താൻ സമ്മതിക്കത്തില്ല, അറിയില്ലേ? ഈ വചനം പറയാൻ, അത് കേൾക്കാൻ, ഹൃദയത്തിലേക്ക് വരാൻ സാത്താൻ ഒരിക്കലും സമ്മതിക്കില്ല. കാരണം അവനറിയാം, വചനം ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ വന്നാൽ അത് അവിടെ മുറിയപ്പെടും. ഹല്ലേലൂയ. അപ്പം എന്നറിയാം, ഇത് പറയുമ്പോൾ ഒന്നില്ലെങ്കിൽ ആൾക്കാർ ഉറങ്ങും, നന്നായിട്ട് ഉറങ്ങും. നമുക്കറിയാവുന്ന കാര്യമല്ലേ? അവൻ നല്ലോണം ഉറക്കിക്കളയും. എത്രയോ വർക്കൗട്ട് കഴിച്ചിട്ട് ഉറങ്ങാത്ത പല ആൾക്കാരും ധ്യാനത്തിൽ വരുമ്പോൾ ഉറങ്ങും. തമാശ പറഞ്ഞല്ല, അവനറിയാം നന്നായിട്ട് ഉറക്കാനൊക്കെ നന്നായിട്ട് നല്ല അന്തരീക്ഷമാണ്, പുറത്തൊക്കെ നല്ല സമയമാണ്. ഹല്ലേലൂയ. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഇനിയുള്ള മണിക്കൂറുകൾ നിദ്ര വിട്ട് ഉണരേണ്ട മണിക്കൂറുകളാണ്. നമ്മൾ ഉറങ്ങി നമ്മൾ എഴുന്നേൽക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പം ഇത്തരം പാപത്തിൻ്റെ അവസ്ഥകൾ നമ്മുടെ ഉള്ളിനുള്ളിൽ കൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ സമാധാനം, കർത്താവിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കടന്നു വരാൻ സാധ്യമാണ്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം, ഈശോയെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും ഈ ആത്മാവിനെ, ഏതാത്മാവിനെ? സാത്താൻ്റെ അരൂപിയെ, സാത്താൻ്റെ ആത്മാവിനെ നീ എടുത്തു കളയണം. അവൻ തരുന്ന സുഖങ്ങളൊന്നും എനിക്ക് വേണ്ട. ഹല്ലേലൂയ. 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 അപ്പോൾ ഈ പാപത്തിൽ നിന്നും വിടുതൽ പ്രാപിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതാണ് എഫെസ്യർ 4:22. നിന്റെ പഴയ ജീവിത രീതിയിൽ രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതമായ നിന്നിലെ പഴയ മനുഷ്യനെ നീ ഉരിഞ്ഞു മാറ്റണം. ഹല്ലേലൂയ. ഇത് വ്യക്തമാണ് പൗലോസ് പറയാ. നീ ദൈവത്തിന്റെ സ്നേഹത്തിൽ വരണമെങ്കിൽ, ക്രിസ്തുവിന്റെ ആത്മാവ് നിന്റെ ഉള്ളിൽ കടന്നു വരണമെങ്കിൽ, ക്രിസ്തുവിന്റെ സമാധാനം നീ അനുഭവിക്കണമെങ്കിൽ, നിന്റെ പഴയ ജീവിത രീതിയിൽ രൂപം കൊണ്ട നീ കൊണ്ടു നടക്കുന്ന വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതമായ നിന്നിലെ പഴയ മനുഷ്യനെ നീ ഉരിഞ്ഞു മാറ്റണം. ഹല്ലേലൂയ. 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 അതാണ് ഗലാത്യ 5:24. യേശു ക്രിസ്തുവിലുള്ള നീ നിന്റെ ശരീരത്തെ അതിൻ്റെ മോഹങ്ങളോടും സകല മോഹങ്ങളോടും ദൈവത്തോട് നീ ക്രൂശിക്കപ്പെടണം. വ്യക്തമാണ് പറയാ. യേശു ക്രിസ്തുവിലുള്ള നീ തങ്ങളുടെ ജഡത്തെ അതിൻ്റെ വികാരങ്ങളോടും മോഹങ്ങളോടും ക്രൂശിക്കപ്പെടുമ്പോൾ ഗലാത്യ 2:20 നിന്റെ ജീവിതത്തിൽ സംഭവിക്കും. നീ യേശു ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുക. ഇനി നീയല്ല ജീവിക്കുന്നത്, നിന്നിൽ ക്രിസ്തു ജീവിക്കും. ക്രിസ്തുവിന്റെ ആത്മാവ് നിന്നിൽ ജീവിക്കും. ഹല്ലേലൂയ. എപ്പോൾ 2 കാര്യം നടക്കണം. ഒന്ന്, നിന്റെ പഴയ ജീവിത രീതിയിൽ നീ രൂപപ്പെടുത്തിയെടുത്ത, നീ കൊണ്ട് നടക്കുന്ന, ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന നിന്റെ പഴയ മനുഷ്യന് നീ ഉരിഞ്ഞു മാറ്റണം എന്ന് പറയാണ്. യഥാർത്ഥ വിശുദ്ധിയിലും ദൈവസ്നേഹത്തിലും സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചുകൊണ്ട് യേശുക്രിസ്തുവിലുള്ള നീ നിന്റെ ശരീരത്തെ സകല വികാരങ്ങളോടും മോഹങ്ങളോടും ക്രൂശിക്കപ്പെടുമ്പോൾ ഗലാത്യ 2:20 നിന്റെ ജീവിതത്തിൽ കുടുംബത്തിൽ സംഭവിക്കും. യേശുക്രിസ്തുവിലുള്ള നീ ഉണ്ടോ?
നീ യേശു ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണ്. യേശു ക്രിസ്തുവിലുള്ള നീ യേശുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുക. ഇനി നീയല്ല ജീവിക്കുന്നത്, നിന്നിൽ ക്രിസ്തു ജീവിക്കണം. നിന്നിൽ ക്രിസ്തു ജീവിക്കാൻ തുടങ്ങിയാൽ പിന്നെ നിന്നെ പിടിച്ചു കെട്ടാൻ ഈ ലോകത്തിന്റെ ഒരു ശക്തിക്കും സാധ്യമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ ആത്മാവ് നിറഞ്ഞ ഒരു വ്യക്തിയെ പിടിച്ചു കെട്ടാൻ ഈ ലോകത്തെ ഒരു ശക്തിക്കും സാധ്യമല്ല. നീ ക്രിസ്തുവിന്റെ ആത്മാവിൽ നിറയണം. അത് നീ തീരുമാനമെടുക്കണം. ഞാനും നിങ്ങളും തീരുമാനമെടുത്തെങ്കിൽ മാത്രമേ ക്രിസ്തുവിന്റെ സ്നേഹത്തില്, ക്രിസ്തുവിന്റെ സമാധാനത്തിൽ നീ നിറയുള്ളൂ. യഥാർത്ഥ സമാധാനം ഒരു വ്യക്തിയിൽ നിറയണമെങ്കിൽ ആ വ്യക്തിയിൽ ക്രിസ്തുവിന്റെ സ്നേഹം, ക്രിസ്തുവിന്റെ സമാധാനം ഉണ്ടെങ്കിൽ മാത്രമേ ഏത് പ്രതികൂല നടുവിലും, രോഗം വന്നാലും അസ്വസ്ഥതകൾ വന്നാലും, ഇതൊക്കെ വരും. നമ്മൾ ക്രിസ്തുവിന്റെ സമാധാനം സ്വീകരിക്കുമ്പോൾ, ക്രിസ്തുവിന്റെ ആത്മാവ് വരുമ്പോൾ നമ്മൾ പെർഫെക്റ്റ് ആകത്തില്ല. സഹനങ്ങൾ വരും, രോഗങ്ങൾ വരും, പീഡനങ്ങൾ വരും. ഇവിടെയൊക്കെ നീ കടന്നു പോകുമ്പോൾ നീ ഒരിക്കലും പരാജയപ്പെടുകയോ നീ ഒരിക്കലും തളർന്നു പോവുകയോ ചെയ്യില്ല. ഹല്ലേലൂയ. അതാണ് യെശയ്യാ 40:29 പ്രവാചകൻ പറയുന്നത്, തളർന്നവന് അവിടുന്ന് ബലം കൊടുക്കും. ക്രിസ്തുവിൽ ആയിരിക്കുന്ന നീ, ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുന്ന നീ, ക്രിസ്തുവിന്റെ ആത്മാവുള്ള നീ, നിന്നോട് ദൈവം പറയാണ്, തളർന്നവന് അവിടുന്ന് ബലം നൽകും, ദുർബലന് ശക്തി പകരും, യുവാക്കൾ പോലും ശക്തിയിട്ട് വീഴാം. നിന്റെ മുന്നിൽ നിന്റെ യുവാക്കള് ശക്തിയിട്ട് വീഴാം, ചെറുപ്പക്കാർ തളർന്നു വീണേക്കാം. ദൈവത്തിൽ ആശ്രയിക്കുന്ന പൈതലേ, ദൈവമക്കളെ, ഒരിക്കലും നിങ്ങൾ തളരുകയില്ല, നിങ്ങൾ ക്ഷീണിക്കുകയില്ല, നിങ്ങൾ ശക്തി പ്രാപിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിന്റെ ആത്മാവിൽ നമ്മൾ ജീവിതം ആരംഭിക്കണം. ഈ കാലഘട്ടത്തിൽ വേണ്ടത് ഈ ഒരു ആത്മാവിന്റെ പവറാ, ഈ ആത്മാവിന്റെ അഭിഷേകം നമുക്ക് വേണ്ടത്. അല്ല വേറെ ഒന്നും നമുക്ക് വേണ്ട, വേറെ ഒന്നും വേണ്ട. നമുക്കൊക്കെ വേണ്ടത് വേറെ പലതൊക്കെയാ. ഈ ലോകത്തിന്റെ ചപ്പിന്റെ ചവറിന്റെ പിന്നാലെ പോവുകയല്ലേ. പൗലോസ് പറയുന്നില്ല റോമ 8:18, എനിക്ക് വെളിപ്പെടാതിരിക്കുന്ന മഹത്വത്തോട് ഞാൻ തുലനം ചെയ്യുമ്പോൾ എൻ്റെ ജീവിതത്തിലെ ഞാൻ അനുഭവിക്കുന്ന കഷ്ടതകള്, വേദനകള്, നൊമ്പരങ്ങള് എനിക്ക് നിസ്സാരമാ. ഉണ്ടോ? എനിക്ക് വെളിപ്പെടാതിരിക്കുന്ന മഹത്വം ഉണ്ടോ? എനിക്ക് വെളിപ്പെടാതിരിക്കുന്ന മഹത്വത്തോട് ഞാൻ തുലനം ചെയ്യുമ്പോൾ ഞാനിപ്പോൾ ഈ ജീവിതത്തിൽ അനുഭവിക്കുന്ന കഷ്ടതകള്, വേദനകള് എനിക്ക് നിസ്സാരമാണ്. പൗലോസ് പറയുന്നുണ്ട്, എന്നോട് കർത്താവ് ചോദിക്കുക, ഞാൻ നിന്റെ മുന്നിൽ ജീവനും മരണവും വെച്ചാൽ നീ ഏത് തിരഞ്ഞെടുക്കും? പൗലോസ് പറഞ്ഞു, ഞാൻ മരണം ഏറ്റെടുക്കും. ഒന്നും ആലോചനയില്ല. കർത്താവേ, ഞാൻ മരണം ഏറ്റെടുക്കും. കാരണം മരിച്ച് നിന്നോടൊപ്പം ആയിരിക്കാനാണ് എൻ്റെ ആഗ്രഹം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെന്നാ പറയും, കുറച്ചും കൂടെ കുറെ കാര്യങ്ങളൊക്കെ ഇവിടെ നേടിയെടുക്കാനുണ്ട്, കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടാനുണ്ട്, കുറച്ച് ക്രമപ്പെടുത്താനുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണേ വിളിച്ചു നമ്മൾ ചില കാര്യങ്ങളൊക്കെ പറയും, ഇല്ലേ? പക്ഷെ പൗലോസ് അതല്ല പറയുന്നത്, പെട്ടെന്ന് പറയാണ്, മരിച്ച് നിന്നോടൊപ്പം ആയിരിക്കാനാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ എന്നെക്കുറിച്ച് പല കാര്യങ്ങളുണ്ട്, എൻ്റെ മക്കൾക്ക് കുറെ കാര്യമുണ്ട്, അതിന് മാത്രം ഞാൻ ജീവിക്കുക. ഉണ്ടോ? സ്വർഗത്തെക്കുറിച്ചുള്ള ലക്ഷ്യമാണ് നമുക്കും, അതാണ് വേണ്ടത്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഈ ലോകം വിട്ടു പോകും. എങ്ങോട്ട് പോകും? നമുക്ക് എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മളിലെ ബാഹ്യ മനുഷ്യൻ, ജഡത്തിന്റെ മനുഷ്യൻ നമ്മളിൽ മരിക്കണം. 2 കൊരിന്ത്യർ 4:16, നിന്നിലെ ബാഹ്യ മനുഷ്യൻ മരിക്കുമ്പോൾ ആന്തരിക മനുഷ്യൻ അനുദിനം ശക്തി പ്രാപിക്കണം. നമ്മളിലെ ജഡത്തിന്റെ മനുഷ്യൻ, ആസക്തിയുടെ മനുഷ്യൻ, ഏതു തര പാപത്തിന്റെ മനുഷ്യനും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലും പുറത്തും മരിക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ്, സ്വർഗത്തിന്റെ മനുഷ്യൻ അനുദിനം ശക്തി പ്രാപിച്ചു കൊണ്ടിരിക്കും. നമുക്കറിയാം, 1-2 കൊരിന്ത്യർ വായിക്കുമ്പോൾ അതിനകത്ത് പൗലോസ് കടന്നുപോയ വഴികൾ, ക്രിസ്തുവിനെ നേടിയെടുത്തപ്പോൾ, ക്രിസ്തുവിനെ അനുഭവിച്ചറിഞ്ഞപ്പോൾ പൗലോസ് പോയ വഴികളുണ്ട്. ഒരു രാത്രിയും ഒരു പകലും കടലിൽ കൂടെ ഒഴുകി നടന്നു. എത്രയോ പ്രാവശ്യം
അക്രമികൾ പൗലോസിനെ ആക്രമിച്ചിട്ടുണ്ട്. എത്ര പ്രാവശ്യം തടവറയിൽ കിടന്നിട്ടുണ്ട്. അതാ പറഞ്ഞ റോമ 8:35 പൗലോസ് പറയുന്നില്ലേ, ആപത്തോ നഗ്നതയോ പീഡനമോ വാളോ എന്തു വന്നോട്ടെ എൻ്റെ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്നും എന്നെ ആർക്കും വേർപെടുത്താൻ സാധിക്കില്ല. ഇങ്ങനെ ഒരു വ്യക്തി പറയണമെങ്കിൽ ആ വ്യക്തിയിൽ വസിക്കുന്നത് സ്വർഗത്തിന്റെ ആത്മാവാ. സ്വർഗത്തിന്റെ ആത്മാവാ. ഈ പൗലോസ് ഈ സമയങ്ങളിലൊക്കെ ക്രിസ്തുവിന് വേണ്ടി ഒരുപാട് പീഡനം ഏറ്റെടുത്തു, ഒറ്റപ്പെട്ടു, നിന്ദിക്കപ്പെട്ടു, ബഹുമാനിക്കപ്പെട്ടു, വസ്ത്രമില്ലാത്തവനായിട്ട് മാറി, പട്ടിണി കിടന്നു, ഒരു രാത്രിയും ഒരു പകലും കടലിൽ കൂടെ ഒഴുകി നടന്നു. ഹല്ലേലൂയ. എന്നിട്ട് പൗലോസ് പറയുന്നു, എനിക്ക് ജീവിതം ക്രിസ്തുവും മരിക്കുന്നത് നേട്ടം. ഫിലിപ്പിയർ 1:21 ജീവിതം വഴി, എൻ്റെ ജീവിതം വഴി, മരണം വഴി ദൈവം മഹത്വപ്പെടണം. അതാ പറഞ്ഞേ, എനിക്ക് ജീവിതം ക്രിസ്തുവും മരിക്കുന്നതും നേട്ടവുമാ. ഹല്ലേലൂയ. ഒരു ക്രിസ്ത്യാനി ഇത് പറയണം, ഒരു ക്രിസ്ത്യാനിയുടെ അവകാശമാ, എനിക്ക് ജീവിതം ക്രിസ്തുവും മരിക്കുന്നതും നേട്ടവുമാ. ഇങ്ങനെ ഒരു വ്യക്തി പറയണമെങ്കിൽ ആ വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് ജനിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകത്തിന്റെ ആത്മാവ് ഒരിക്കലും പറയാൻ പറ്റില്ല. ലോകത്തിന്റെ പിന്നാലെ പോകുന്നവൻ, ലോക സുഖങ്ങളുടെ പിന്നാലെ പോകുന്നവൻ ഒരിക്കലും ഇത് പറയാൻ പറ്റില്ല. ദൈവത്തിന്റെ ആത്മാവുള്ളവന് മാത്രമേ ഇത് പറയാൻ പറ്റുള്ളൂ. ഈ ആത്മാവ് നമ്മളിൽ ജനിക്കണമെങ്കിൽ നമ്മളിൽ എന്ത് മാറ്റമുണ്ടാകണം? ജഡത്തിന്റെ മനുഷ്യൻ മരിക്കണം, ജഡീക മനുഷ്യൻ മരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.